സ്വാമി, ഒരു കാര്യത്തെ അദ്ദേഹത്തിൻ്റെതായി വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോൾ നിന്ദിക്കപ്പെടുന്ന പോലെ തോന്നാം. ഇപ്പോൾ ഉദാഹരണത്തിന് ചിന്താവിഷ്ടിയായ സീത എടുത്താൽ, ചിന്താവിഷ്ടിയായ സീതയുടെ സ്വതന്ത്ര ചിന്തയായിട്ടാണ് ആശാൻ അവതരിപ്പിക്കുന്നത്. അതെ, എൻ്റെ തീർച്ചയായിട്ടും. ശരീരത്തിൽ രാവണൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ ഞാൻ എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. പടുരാക്ഷസ ചക്രവർത്തി ശരിയാണല്ലോ അച്ഛാ, ചോദ്യമാണ്, ശരിയാണ്. എന്ന് രാമനോട് വിരൽ ചൂണ്ടി ചോദിക്കുന്ന സീത രാമായണത്തിലില്ല. അത് ചോദ്യം ശരിയാണല്ലോ, ആ ചോദ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആ ചോദ്യം രാമായണ വിരുദ്ധമല്ല. അല്ല, ആ ചോദ്യം രാമനെ നിന്ദിക്കുന്നുണ്ടല്ലോ. രാമായണ വിരുദ്ധമല്ല. കാരണം സീതയുടെ ഭാഗത്തുള്ള പരിശുദ്ധി ആവർത്തിച്ചുറപ്പിക്കുന്ന ചോദ്യമാണ് കുമാരനാശാൻ എഴുതിയത്. കാരണം മറ്റൊരാൾ, അത് ആരാണ്? ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ആളാണ്. ഒരുപക്ഷെ രാമനേക്കാൾ ശാസ്ത്രം പഠിച്ച ആളായിരിക്കും രാവണൻ. തീർച്ചയായിട്ടും രാമനേക്കാൾ ശാസ്ത്രം പഠിച്ച മഹർഷിയുടെ പൗത്രനായ ബ്രാഹ്മണോത്തമനായ, ഉത്തമ ശബ്ദം ഞാൻ അടിവരയിട്ട് വിപരീതാർത്ഥത്തിലാണ് പറഞ്ഞത്. കാരണം മഹർഷിയുടെ മകൻ്റെ മകനാണ്. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. സാമവേദ പണ്ഡിതനാണ്, സംസ്കൃതജ്ഞനാണ്. ഇനി ഇതിൽ പരം സംസ്കൃതം, രാമൻ അത്ര സംസ്കൃതം അറിയുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ തലതിരിഞ്ഞുപോയി. തലതിരിഞ്ഞതോടുകൂടി എന്തായി? ധർമ്മവിരുദ്ധനായി. ധർമ്മവിരുദ്ധത എന്താണ്? രാവണൻ്റെ ധർമ്മവിരുദ്ധത ഏറ്റവും അധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ആളാണ്. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. നമുക്കൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റം. ഒരു സ്ത്രീയും പുരുഷനും പരസ്പര സ്നേഹമാണ്, സമ്മതമാണ്, അവരെന്തോ ചെയ്തോട്ടെ. അതിൻ്റെ മുകളിൽ വലിയ സദാചാരവാദങ്ങളൊന്നും കൊണ്ടുവന്ന് ആരും വ്യാഖ്യാനിക്കാനൊന്നും പോകണ്ട. നേരെ മറിച്ച് ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറലാണ് ബലാത്സംഗം. അത് അനുവദനീയമല്ല. അത് എണ്ണമറ്റത് ചെയ്ത ആളാണ് രാവണൻ. അങ്ങനെയുള്ള രാവണന് സുന്ദരിയായ സീതയെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നി. അത് സീതയുടെ കുറ്റമല്ല, ഒരിക്കലും സീതയുടെ കുറ്റമല്ല. സീത ഒരിക്കലും രാവണന് വഴങ്ങിയിട്ടില്ല, വഴങ്ങുകയുമില്ല. അദ്വിതീയമായ തേജസ്സിൻ്റെ മൂർത്തിയാണ് സീത. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പിന്നീട് പറഞ്ഞില്ലേ, 1000 രാമന്മാരുണ്ടാവും, പക്ഷേ 2 സീത ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് സീതയുടെ മഹിമയാണ്. ആ മഹിമയെ ഒരല്പവും ച്യുതി വരാതെ. ആ സീതയുടെ ചാരിത്രത്തിൽ സംശയിക്കുന്ന രാമൻ എങ്ങനെയാണ് പിന്നെ ധർമ്മവിഗ്രഹമായി മാറുന്നത്? രാമൻ സീതയുടെ ചാരിത്രത്തിൽ സംശയിച്ചിട്ടില്ല, ഒരിക്കലും സംശയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ വാത്മീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയാക്കി? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധർമ്മം ചരാന്ന് പറയാൻ എളുപ്പമാണ്. ശ്രീരാമൻ ധർമ്മവിഗ്രഹമാണ്. ധർമ്മത്തിന് മുഖ്യധർമ്മം, ഗൗണധർമ്മം എന്ന് 2 പാദങ്ങളുണ്ട്. മനസ്സിലാക്കണം. ഇപ്പം നമ്മെ സംബന്ധിച്ച് നമുക്ക് ഓരോ സന്ദർഭത്തിലും മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധമല്ലാതെ വന്നാൽ രണ്ടും ആചരിക്കാം. വിരുദ്ധമായി വന്നാൽ എത്ര ദുഃഖം സ്വയം ഏറ്റെടുത്തിട്ടാണെങ്കിലും ഗൗണധർമ്മം ഉപേക്ഷിക്കണം, മുഖ്യധർമ്മം ആചരിക്കാം. സീത പരിശുദ്ധയാണെന്ന് മറ്റാരേക്കാളും അറിയുന്ന ആളാണ് രാമൻ. മറ്റാരേക്കാളും. ഏത് രാമൻ? രാമൻ എന്ന ഭർത്താവ്, അഥവാ രാമൻ എന്ന പതി, രാമൻ എന്ന രാജാവല്ല. രാജാവിനെ സംബന്ധിച്ച് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്ന് നമ്മുടെ ഭരണത്തെ സംബന്ധിച്ചോ രാഷ്ട്രവ്യവസ്ഥയെ സംബന്ധിച്ചോ പറയുമ്പോൾ നമ്മുടെ സ്മൃതി കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പറയണം. കോൺസ്റ്റിറ്റ്യൂഷൻ ചുരുങ്ങിയ 3/4 നൂറ്റാണ്ട് കൊണ്ട് 100-ലധികം പ്രാവശ്യം അമെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം ഏത് സാമൂഹിക നീതിക്രമവും കാലത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലെ ഒരു സാമൂഹിക വിഷയം എടുക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള സ്മൃതി അനുസരിച്ചിട്ട് വേണം. ഇപ്പോൾ രാജാനഹ ചാരചക്ഷുഷ, രാജാക്കന്മാർ ചാരചക്ഷുസുകളാണ്. ഇപ്പോൾ ഗുപ്തചാരന്മാർ എന്ത് വിവരങ്ങളാണോ കൊണ്ടു കൊടുക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ ബാധ്യസ്ഥനാണ് രാജാവ്. കാരണം നീതിശാസ്ത്രാനുഗോ രാജ, നീതിശാസ്ത്രത്തിന് വിധേയനാണ് രാജാവ്. രാജാവിന് സ്വാതന്ത്ര്യമില്ല, ഒട്ടും സ്വാതന്ത്ര്യമില്ല. ധാർമ്മിക ബോധമുണ്ടല്ലോ. നിൽക്കട്ടെ, അവിടെയാണ് ഗുപ്തചാരന്മാർ സീതയെ സംബന്ധിച്ചും രാമനെ സംബന്ധിച്ചും നാട്ടിലുള്ള സംഭാഷണങ്ങൾ ഇന്നതാണെന്ന് വിവരം കൊടുത്താൽ രാമന് മുമ്പിൽ കർത്തവ്യം 2 ഉള്ളൂ. ഒന്നുകിൽ ഭർതൃധർമ്മമാണ് മുഖ്യം എന്ന് മനസ്സിലാക്കി രാജപദവി ഉപേക്ഷിക്കണം.
അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ സാധ്യത, രാജധർമ്മമാണ് മുഖ്യം എന്ന് മനസ്സിലാക്കി ഭർതൃധർമ്മം ഉപേക്ഷിക്കണം. ഞാൻ പത്നിയെ ഉപേക്ഷിക്കണം എന്നല്ല വാക്കുപയോഗിച്ചത്, ഭർതൃധർമ്മം ഉപേക്ഷിക്കണം എന്നാണ്. അവിടെ ധർമ്മശാസ്ത്രം പറയുന്നത് ത്യജേദേകം കുലസ്യാർത്ഥേ, ഏകനെ കുലത്തിന് വേണ്ടി ഉപേക്ഷിക്കണം. തത് കുലം രാഷ്ട്രാർത്ഥേ ത്യജേത്, ആ കുലത്തെ രാഷ്ട്രത്തിന് വേണ്ടി ഉപേക്ഷിക്കണം. അപ്പം ഈ ഒരു പരിഗണന വെച്ച് രാമൻ അവിടെ കർത്തവ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? അധികാരം വേണോ ഭാര്യ വേണോ എന്നുള്ള ചോദ്യം. അതെ, ഭാര്യയല്ല, ഭർത്താവ്. ഭർതൃധർമ്മം പാലിക്കണോ രാജധർമ്മം പാലിക്കണോ? ആരാണ് ഭരണം ഏറ്റെടുക്കാനുള്ളത്? ഭരതൻ ഏറ്റെടുക്കില്ല. കാരണം 14 വർഷം പൂർത്തിയാവുന്നെന്ന് തിരിച്ചു വരാത്ത പക്ഷം അഗ്നിപ്രവേശം ചെയ്യുമെന്ന് പറഞ്ഞ് ചിത ഒരുക്കി നിൽക്കുന്നവനാണ് ഭരതൻ. ലക്ഷ്മണനോ ശത്രുഘ്നനോ ഏറ്റെടുക്കില്ല. അരാജകമായൊരു രാജ്യം മൊത്തം നശിക്കും. പിതൃപൈതാമഹം എന്നുള്ള വാക്കിനേക്കാൾ ഉപരി അരാജകമായ രാജ്യം മൊത്തം നശിക്കും. അവിടെ രാജാവായ രാമൻ സീതയെ ഉപേക്ഷിക്കുന്നു. ഇനിയാണ് രാമനെ ശ്രദ്ധിക്കേണ്ടത്. രാമനെന്ന് 39 വയസ്സേ ഉള്ളൂ. വേണമെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നു. എത്രയോ നിർബന്ധങ്ങളും മറ്റും വന്നിട്ടുണ്ടാവും. അത് വാൽമീകി എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാം. പക്ഷേ ഏക പത്നീവ്രതത്തിൽ ഉറച്ചു കഴിഞ്ഞു രാമൻ. എന്ന് മാത്രമല്ല, മുനിവ്രതോ ഭൂത് മുനിസേവിതാംഘ്രി എന്ന് വ്യക്തമായി രാമായണം രാമനെ കൊണ്ട് പറയുകയാണ്. മുനിവ്രതനായി കഴിഞ്ഞു. രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കാവുന്ന രാമൻ, ചക്രവർത്തി സാർവഭൗമനായ രാമൻ സീതയെ പരിത്യജിച്ചിട്ടുള്ള കാലം പൊട്ടി പൊട്ടി കരയുന്ന ഭർത്താവാണ്. മുനിവ്രതത്തിലാണ് കഴിഞ്ഞത്. ആ രാമനെ ലക്ഷ്മണനാണ് പലപ്പോഴും പോയി സമാധാനിപ്പിക്കുന്നത്. ഈ ചിത്രം വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പോൾ രാമനെന്ന ഭർത്താവ്, രാമനെന്ന രാജാവ് ദ്വന്ദ്വത്തിൽ വന്നപ്പോൾ തൻ്റെ മുഖ്യധർമ്മം രാജധർമ്മമാണെന്ന് മനസ്സിലാക്കിയ രാമൻ ദുഃഖം ഏറ്റെടുക്കാൻ സ്വയം തയ്യാറായി. ഇത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അന്നത്തെ സാമൂഹിക നിയമത്തിനനുസരിച്ച് അന്നത്തെ രാജാവിൻ്റെ ചെയ്തിയെ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സീതാപരിത്യാഗം ചെയ്തത് ആരാ പറഞ്ഞത്? ഇതെല്ലാം വാൽമീകി പറഞ്ഞതാ. ഈ വാൽമീകിയാണല്ലോ ആരംഭം മുതൽ രാമൻ ധർമ്മവിഗ്രഹമാണെന്ന് പറഞ്ഞത്. അപ്പോൾ രാമൻ ചെയ്തത് ധർമ്മമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക വേണ്ടത്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് രാമന് മറുപടി പറയില്ല.